സാധാരണക്കാരായ പ്രവർത്തകരുടെ വിമർശനങ്ങളുടെ കൂരമ്പേറ്റ് പിടിയുകയാണ് CPM സംസ്ഥാന നേതൃത്വം. ശബരിമല, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന പാർട്ടി സഖാക്കൾ തന്നെ പറയുന്ന സാഹചര്യമാണുള്ളത്. പാർട്ടിക്കാർ തന്നെ ചോദിക്കുന്നു, എന്തുകൊണ്ട് എ പത്മകുമാറിനെ, എൻ വാസുവിനെയും പോലെയുള്ള കള്ളന്മാരെ സംരക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് പാർട്ടി പോയി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെ CPM നേതൃത്വത്തിന് കഴിയുന്നില്ല. പാർട്ടി പരാജയം വിലയിരുത്താൻ നടത്തുന്ന യോഗങ്ങളിലെല്ലാം വളരെ രൂക്ഷമായ വിമർശനമാണ് പാർട്ടി നേതാക്കന്മാർക്കടക്കം ഉയരുന്നത്. പാർട്ടിയുടെ സ്വാധീനം, അതായത് പാർട്ടിക്ക് ഒരു അപ്രമാദിത്യമുള്ളത് 30% വോട്ട് നേടാൻ കഴിഞ്ഞത് 2 ജില്ലകളിൽ മാത്രമാണ്. അതായത് കണ്ണൂരും പാലക്കാടും 30% വോട്ട് നേടിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന കോർപ്പറേഷനുകൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ന് ഭരണം നഷ്ടമായി, തൊട്ടിപ്പുറത്ത് കൊല്ലം CPM-ന് ഭരണം നഷ്ടമായി, എറണാകുളം CPM-ന് ഭരണം നഷ്ടമായി, തൃശൂർ CPM-ന് ഭരണം നഷ്ടമായി, കോഴിക്കോട് ഭരണം ലഭിച്ചെങ്കിലും കേവല ഭൂരിപക്ഷം മറികടക്കാൻ പോലും കഴിയാത്ത അതിദയനീയ അവസ്ഥയിലേക്ക് CPM മാറി. CPM-ന്റെ മേയർ സ്ഥാനാർത്ഥി കോഴിക്കോട് അതിദയനീയമായി പരാജയപ്പെട്ടു. CP മുസാഫർ അഹമ്മദ്, CPM-ന്റെ കഴിഞ്ഞ മേയറായിരുന്ന ബീന ഫിലിപ്പിന്റെ വാർഡിൽ അതിദയനീയമായി CPM പരാജയപ്പെട്ടു. കൊല്ലത്ത് മുൻ മേയർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പരാജയപ്പെട്ടു. തിരുവനന്തപുരത്ത് CPM ജയിച്ച വാർഡുകളിലെല്ലാം BJP-യും കോൺഗ്രസും കടന്നുകയറി. എറണാകുളത്ത് CPM ജയിച്ച വാർഡുകളിലേക്ക് കോൺഗ്രസ് ഒരു ഫിനിക്സ് പക്ഷിയെ കണക്ക് കടന്നുകയറി. എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ എറണാകുളം ജില്ല എടുത്ത് പരിശോധിക്കുമ്പോൾ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ്. CPM-ന് അവർ പിടിച്ചു നിന്നെന്ന് പറയുന്ന ജില്ലകളായ കണ്ണൂരിലും പാലക്കാടും അടക്കം നില മെച്ചപ്പെടുത്താൻ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 10 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികം പിടിച്ചെടുത്ത വിജയത്തിന്റെ രണഭേരി മുഴക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച, വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം പ്രതീക്ഷിച്ച മത്സരരംഗത്തിറങ്ങിയ CPM-ന് തൊട്ടതൊന്നും പൊന്നാക്കാൻ കഴിഞ്ഞില്ല എന്നതല്ല, തൊട്ടതെല്ലാം നാശത്തിന്റെ പടുകുഴിയിലേക്ക് മാറുന്ന സാഹചര്യമാണ് കേരളത്തിൽ കണ്ടത്. എന്തായാലും പരാജയത്തെ കുറിച്ച് പാർട്ടി പഠിക്കുമ്പോൾ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ പെർഫോമൻസ് അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കാർ പൂർണ്ണമായും എതിരായിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭ നഷ്ടപ്പെടുത്താനുള്ള കാരണം ആര്യ രാജേന്ദ്രന്റെ തൻപോരിമയും ആര്യ രാജേന്ദ്രന്റെ ഗർവുമാണെന്ന് പാർട്ടി കമ്മിറ്റികളിൽ പാർട്ടി നേതാക്കന്മാർക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സഖാക്കൾക്ക് വേണ്ടത്ര പരിഗണന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭിച്ചില്ല എന്ന പാർട്ടിക്കാർ തന്നെ പരിഭവം പറയുന്നു. ശബരിമല, സ്വർണ്ണക്കൊള്ള, സംസ്ഥാന സർക്കാരിനെതിരായ ജനങ്ങളുടെ വികാരം, ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമായി വോട്ടാക്കി മാറ്റി. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളുടെ കൂട്ടും സമ്പർക്കവും CPM-ന് എതിരായി മാറി എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM നേതാക്കന്മാർ. നാഴികക്ക് 40 വട്ടം വർഗീയത മാത്രം ഛർദ്ദിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ നവോത്ഥാന നായകരെന്ന് വിളിച്ച അവരെ വേദിയിൽ കൊണ്ടിരുത്തി, അവരെ മുഖ്യമന്ത്രിയുടെ കാറിനകത്തിരുത്തി, മുഖ്യമന്ത്രിയുടെ വലത്തും ഇടത്തുമായി ഇത്തരം കപട നവോത്ഥാന നായകന്മാരെ ഇറക്കി കേരളത്തിന്റെ മണ്ണിൽ നവോത്ഥാനം സംസാരിച്ചാൽ ജനങ്ങൾ മുഖത്ത് കാർക്കിച്ചു തുപ്പുമെന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി മാറുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. അത് മാത്രമല്ല, മതവർഗീയത ഇളക്കിവിട്ട ആർക്കും കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കേരളം വ്യക്തമായി തെരഞ്ഞെടുപ്പിലൂടെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് CPM ജയിച്ചു വന്ന മലപ്പുറം അടക്കമുള്ള കേന്ദ്രങ്ങളിൽ കോൺഗ്രസിനും UDF-നും നഷ്ടമായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ എൻ ബ്ലോക്കായി ഇത്തവണ കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. മധ്യ കേരളത്തിൽ കോൺഗ്രസിന് നഷ്ടമായിരുന്ന ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ എൻ ബ്ലോക്കായി കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വീറും വാശിയും നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം കേരളത്തിലെ 60% ഉള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ അധീനതയിലാക്കി 30% വോട്ട് നേടി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെന്ന് വീണ്ടും 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 അരക്കിട്ടുറപ്പിച്ച തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ സമാപിച്ചത്. എന്തായാലും 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച കോൺഗ്രസ് വലിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ.